ഹായ് ഡിയേഴ്സ്, വെൽക്കം. ഇന്നൊരു ഹെയർ ബോ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിച്ചു തരുന്നത്. നോക്കിക്കോളൂ, ഹെയർ ബോയും കുറച്ച് സ്റ്റോൺസും ഹാഫ് ബീഡും വെച്ച് ചെയ്യുന്നതാണ്. ഞാൻ അതിനായിട്ടൊരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ലവ് ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. വരച്ചിട്ട് വെട്ടുന്ന തുടക്കക്കാർ ഒന്ന് വരച്ചിട്ട് വെട്ടുന്നത് നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വരച്ചിട്ട് വെട്ടുന്നത് കാണിക്കുന്നത്. ഇതിലേക്ക് സ്റ്റോണ് ഇങ്ങനെ ഹാഫ് ബീഡാണ് ഞാൻ യൂസ് ചെയ്യുന്ന. പല കളറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ കളർ എല്ലാം ഒറ്റ വൈറ്റോ ക്രീമോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഗ്ലിറ്ററായിട്ടുള്ള സ്റ്റോണാണ് ഞാൻ യൂസ്. വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല ഗ്ലിറ്ററിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു സ്റ്റോണാണ്. അതിങ്ങനെ ഞാൻ റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ബാക്കിയുള്ള സൈഡിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്ത് ബാക്കി കളർ ബീഡ്സ്, അതായത് മിക്സഡ് ആയിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. സിംഗിൾ കളറല്ല, മിക്സഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതും നല്ല ഭംഗിയുണ്ട് കണ്ടിട്ട്. ഒരു പീച്ചും ക്രീമും പീച്ചിൻ്റെ തന്നെ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള കളറും ഒക്കെ മിക്സ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു വ്യൂവർ വന്നിട്ട് എൻ്റെ വീഡിയോയിലെ കുഴപ്പമാണ് പുള്ളി ചൂണ്ടി കാണിച്ചു തന്നു. അതിൽ വളരെ സന്തോഷം. എൻ്റെ വീഡിയോ നിങ്ങൾ അത്രത്തോളം നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ താങ്ക്സ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ അത്ര ക്ലിയർ ആയിരുന്നില്ല. ആ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു പറഞ്ഞു തന്നത്. എന്തായാലും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇതുപോലുള്ള സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോസിലും ബാക്കിയുള്ളതിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഒട്ടിച്ച് ഫിനിഷ് ചെയ്തത് ഞാൻ ബോയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് അതിലേക്കൊന്ന് പിടിച്ച് നിൽക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ മിക്സഡ് ബീഡ് കണ്ടിന്യൂ ചെയ്ത് അതായത് നമ്മുടെ ചെവിയുടെ തൊട്ട് മേളിൽ വരുന്ന ഭാഗം വരെ ഒരു 2 ഇഞ്ച് വിട്ടേ പിന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നോക്കിക്കോളും, നല്ല ലെവലിന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ക്ഷമ വേണം ഇത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. തുടക്കക്കാർക്ക് തന്നെ പെട്ടെന്ന്, അധിക താമസമോ അല്ലെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല. പെട്ടെന്ന് ചെയ്തെടുക്കാം, നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടും. അങ്ങനെയുള്ളൊരു ഹെയർ ബോയാണ്. ഇതുപോലെ ഇങ്ങനെ ഇപ്പറേ സൈഡിലും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതും ഈ പറയുന്ന പോലെ ചെവിയുടെ ഭാഗം എത്തുന്നിടം വരെ ചെയ്ത് കൊടുക്കുക. അതേ